മാത്സ് മാസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് മാക്സിമം ടോപ്പിക്സ് കവർ ചെയ്യുക എന്നുള്ളതാണ്. എക്സാമ്പിൾ, നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മെയിനായിട്ട് 6 പോയിന്റ്സ് ഡിസ്കസ് ചെയ്യും. ആ 6 പോയിന്റ്സ് വെച്ചിട്ട് തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അതാണ് മാത്സ് മാസ്റ്ററിൻ്റെ പ്രത്യേകത. നമുക്ക് മാത്സ് മാസ്റ്ററിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസിൽ മെയിനായിട്ട് 4 ടേംസ് ശ്രദ്ധിക്കണം. ഒന്ന് കോസ്റ്റ് പ്രൈസ്, രണ്ടാമത്തത് സെല്ലിംഗ് പ്രൈസ്, പിന്നീട് പ്രോഫിറ്റ്, ലാസ്റ്റില് ലോസ്. ഇപ്പൊ കോസ്റ്റ് പ്രൈസ്, സെല്ലിംഗ് പ്രൈസ്, പ്രോഫിറ്റ്, ലോസ്, ഈ 4 പോയിന്റ്സ് ആണ് ഇതിന്റെ ബേസ് ആയിട്ടുള്ളത്. കോസ്റ്റ് പ്രൈസ് എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ഈ പെൻ, ഞാനിപ്പോൾ ഈ പെൻ 40 റുപ്പീസിന് മേടിച്ചു. അതിന് ഞാൻ 50 റുപ്പീസിന് സെല്ല് ചെയ്തു, 50 രൂപയ്ക്ക് വിറ്റു. അങ്ങനെയാണ് എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ ഇവിടെ എഴുതാം. കോസ്റ്റ് പ്രൈസ് എന്ന് വെച്ചാൽ ₹40, സെല്ലിംഗ് പ്രൈസ് ഞാനത് വിറ്റത് ₹50. അപ്പോഴേക്കും പ്രോഫിറ്റ് എന്താണ്? പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു 50 മൈനസ് 40 ഈസ് ഈക്വൽ ടു 10 ആണ്. അപ്പോൾ എപ്പോഴും അതിൽ നിന്നൊരു ഫോർമുല ഡിറൈവ് ചെയ്യാം നമുക്ക്. പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്. ഇതാണ് ഫസ്റ്റിൽ നമ്മൾ ഡിറൈവ് ചെയ്ത ഫോർമുല. അതേപോലെ ഇതേ പെൻ ഞാൻ ₹40 രൂപയ്ക്ക് മേടിച്ചു, CP 40. എന്നിട്ട് അത് 30 രൂപയ്ക്ക് സെല്ല് ചെയ്തു. അപ്പോൾ കോസ്റ്റ് പ്രൈസ് 40, സെല്ലിംഗ് പ്രൈസ് 30. അപ്പോഴേക്കും ലോസ് ആണ്. 40 രൂപയ്ക്ക് വാങ്ങിച്ച സാധനം 30 രൂപയ്ക്ക് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ അത് ലോസായി. അപ്പോൾ നമ്മൾ പറയുന്നത് എന്താണ്? ലോസ് ഈസ് ഈക്വൽ ടു ₹40 മൈനസ് 30. അവിടെയും എന്താണ്? 10 രൂപ നഷ്ടമാണ്, ലോസാണ്. അപ്പോൾ അടുത്ത ഫോർമുല ഡിറൈവ് ചെയ്തത് ലോസ് ഈസ് ഈക്വൽ ടു കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇതാണ് നമ്മൾ രണ്ടാമത് പറഞ്ഞ ഫോർമുല. ഇത് രണ്ടുമാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ പ്രോഫിറ്റ് എന്ന് വെച്ചാൽ സെല്ലിംഗ് പ്രൈസ് മൈനസ് കോസ്റ്റ് പ്രൈസ്, ലോസ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് പ്രൈസ് മൈനസ് സെല്ലിംഗ് പ്രൈസ്. ഇനി ഈ ചാപ്റ്ററിൽ 6 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ട്. അത് നമുക്ക് 1 by 1 ഡിസ്കസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പോയിന്റ് നമ്പർ 1, കോസ്റ്റ് പ്രൈസ്. ഒരു സാധനം, ഒരു ആർട്ടിക്കിളിന്റെ കോസ്റ്റ് പ്രൈസ് ₹4,000. ₹4,000 രൂപ കോസ്റ്റ് പ്രൈസ്. പ്രോഫിറ്റ് 10%. 10% പ്രോഫിറ്റ്. ഇപ്പോഴും കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്. ഒരു സാധനം അത് മേടിച്ചത് 4000 രൂപ, 10% പ്രോഫിറ്റിൽ സെല്ല് ചെയ്തു, വിറ്റു. അപ്പോഴേക്കും സെല്ലിംഗ് പ്രൈസ് കാണാൻ സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 4000 ഇൻറ്റു 110/100 ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കും. 10% പ്രോഫിറ്റ് ആണെങ്കിൽ 110/100, 20% ആണെങ്കിൽ 120/100, 30% ആണെങ്കിൽ 130/100. എപ്പോഴും 100 കൂട്ടി എഴുതുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇത് 2 0 കട്ട് ചെയ്യും. ബാക്കി 11 × 4 44. ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. പോയിന്റ് നമ്പർ 1 ആണ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ്. കോസ്റ്റ് പ്രൈസ് 4000, പ്രോഫിറ്റ് 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാൻ 4000 ഇൻറ്റു 110/100. ഇതേപോലെ തന്നെ കോസ്റ്റ് പ്രൈസ് ചുരുക്കി എഴുതാം. CP ഈസ് ഈക്വൽ ടു 4000. ലോസ് 10%. ഇപ്പോൾ പ്രോഫിറ്റ് ആകുമ്പോൾ എപ്പോഴും 10 കൂട്ടി എഴുതണം. ലോസ് ആകുമ്പോഴേക്കും 10 കുറച്ച് എഴുതണം. അപ്പോഴേക്കും നമുക്ക് എന്താണ് കാണേണ്ടത്? സെല്ലിംഗ് പ്രൈസ് ഈക്വൽ ടു 4000 ഇൻറ്റു 10% ലോസ് ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? 90/100. 2 0 കട്ടാവും. 9 × 4 36 00. ഇതായിരിക്കും സെല്ലിംഗ് പ്രൈസ്. ഇപ്പോൾ രണ്ടെണ്ണം ഒന്നുകൂടി പറയാം. കോസ്റ്റ് പ്രൈസ് 4000, പ്രോഫിറ്റ് 10% ആണെങ്കിൽ സെല്ലിംഗ് പ്രൈസ് കാണാൻ പ്രോഫിറ്റ് 10% ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? 4000 ഇൻറ്റു 110/100. അത് ചെയ്യുമ്പോഴേക്കും 4400 കിട്ടും. അതേപോലെ പോയിന്റ് നമ്പർ 2ൽ കോസ്റ്റ് പ്രൈസ് 4000, ലോസ് 10%. അപ്പോഴേക്കും 4000 ഇൻറ്റു 90/100. അത് ചെയ്യുമ്പോൾ 3600. ഇത് ഏത് പെർസെൻറ്റേജിലും ഇത് ബാധകമാണ്. 5% ലോസ് ആണെങ്കിൽ 95/100, 20% ആണെങ്കിൽ 80/100,
15 ആണെങ്കിൽ 85/100. എപ്പോഴും അങ്ങനെ. ഇതാണ് ആദ്യത്തെ 2 പോയിന്റ്സ്. അടുത്തത് പോയിന്റ് നമ്പർ 3. പോയിന്റ് നമ്പർ 3ല് കോസ്റ്റ് പ്രൈസ് 4000. കോസ്റ്റ് പ്രൈസ് 4000. പ്രോഫിറ്റ് 4400. പ്രോഫിറ്റ് 4400. കോസ്റ്റ് പ്രൈസ് 4000, പ്രോഫിറ്റ് 4400. ഇപ്പൊ നേരത്തെ പോലെയല്ല, ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ട്, പ്രോഫിറ്റ് എമൗണ്ട് തന്നിട്ടുണ്ട്. സോറി, ഇതൊന്നുകൂടി ചെയ്യാം. പോയിന്റ് നമ്പർ 3, കോസ്റ്റ് പ്രൈസ് 4000, സെല്ലിംഗ് പ്രൈസ് 4400. കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തന്നിട്ടുണ്ട്. ഇപ്പൊ പ്രോഫിറ്റ് കാണാൻ നമ്മൾ ഫോർമുലേറ്റ് എഴുതുന്നില്ല. 4400 മൈനസ് 4000 ഡിവൈഡഡ് ബൈ 4000. എപ്പോഴും പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് അല്ല പ്രോഫിറ്റ് അല്ല. പ്രോഫിറ്റ് നമുക്കറിയാം. 4000 രൂപയ്ക്ക് കോസ്റ്റ് പ്രൈസ് വന്നു കഴിഞ്ഞാൽ 4400 സെല് ചെയ്ത് കഴിഞ്ഞാൽ പ്രോഫിറ്റ് 400 ആണ്. അതറിയാം. കണ്ടുപിടിക്കേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആദ്യം ഇതിൽ നിന്ന് ഇത് കുറയ്ക്കുക, തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുക. 4400 മൈനസ് അപ്പോൾ എന്തോ വരും? 4001 400 ബൈ 4000. എപ്പോഴും നോക്കണം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണമെങ്കിൽ താഴെ ഡിനോമിനേറ്ററിൽ CP തന്നെ ആയിരിക്കും. എല്ലാ കാര്യവും കോസ്റ്റ് പ്രൈസിന്റെ ബേസിലാണ്. പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും എല്ലാം പെർസെൻറ്റേജ് കാണുന്നത്. അപ്പോഴേക്കും ഇൻറ്റു 100 ഇത് രണ്ടും കട്ടാവും, ഒരു 0 കട്ടാവും. 40/4 10% എന്നായിട്ട് 10%. ഇതിന് പോയിന്റ് നമ്പർ 4 നമ്മൾ ഇതേവരെ നോക്കിയത്, കഴിഞ്ഞത് നോക്കിയത് എന്തായിരുന്നു? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആണ്. അതുപോലെ ലോസ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കാം. കോസ്റ്റ് പ്രൈസ് 4000, സെല്ലിംഗ് പ്രൈസ് 3600. ഇത് കാണുമ്പോൾ തന്നെ അറിയാം കോസ്റ്റ് പ്രൈസ് 4000 ആണ്, സെല്ലിംഗ് പ്രൈസ് 3600 ആണ്. ഇവിടെ ലോസ് ആണ് അല്ലേ? അപ്പൊ ലോസ് പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ഫോർമുലേറ്റൊന്നും എഴുതുന്നില്ല, എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ലോസ് പെർസെൻറ്റേജ് കാണാൻ 4000 നിന്ന് ഏത് കുറയ്ക്കണം? 3600 ഡിവൈഡഡ് ബൈ എപ്പോഴും എന്ത് തന്നെ ആയിരിക്കും താഴെ? 4000 ഇൻറ്റു 100 ആയിരിക്കും. ഇൻറ്റു 100. അപ്പോൾ 4000 നിന്ന് 3600 കുറയ്ക്കുമ്പോൾ എന്ത് പറ്റും? 400 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. ഈ 2 0 കട്ട് ചെയ്യും, ഇവിടെ നിന്ന് ഒരു 0 കട്ട് ചെയ്യും. 40/4 എന്ന് പറഞ്ഞാൽ 10%. അപ്പോൾ ഇവിടെ ലോസ് എത്രയായിരുന്നു? 10% ആയിരുന്നു. ഈ 10% പറയാൻ കാരണം എപ്പോഴും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പത്തിൽ 10% ആണ്. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി 2 പോയിന്റ്സും കൂടി ഉണ്ട്. പോയിന്റ് നമ്പർ 5 and 6. ഇനി പോയിന്റ് നമ്പർ 5 and 6 ഉണ്ട്. അതിൽ ഇതുവരെ നമ്മൾ പറഞ്ഞതിലെല്ലാം കോസ്റ്റ് പ്രൈസ് ഉണ്ടായിരുന്നു. പോയിന്റ് നമ്പർ 1, 2, 3, 4 കോസ്റ്റ് പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. പോയിന്റ് നമ്പർ 5 കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. പ്രോഫിറ്റ് ഉണ്ട്. പ്രോഫിറ്റ് 10%. പ്രോഫിറ്റ് 10%. സെല്ലിംഗ് പ്രൈസ് 4400. സെല്ലിംഗ് പ്രൈസ് 4400. എപ്പോഴും ഓർക്കണം, പ്രോഫിറ്റ് തന്നിട്ടുണ്ട് 10%, സെല്ലിംഗ് പ്രൈസ് 4400. അപ്പൊ നമ്മൾ നോർമലി അറിയാത്ത കാര്യം എക്സ് എന്ന് വേണമെങ്കിൽ എഴുതാം. എക്സ് ഇൻറ്റു പ്രോഫിറ്റ് 10% ആണ്. നമ്മൾ നോർമലി എഴുതുന്നത് എന്താണ്? 110/100. ഇങ്ങനെ ചെയ്യുമ്പോഴേക്കും എന്തോ കിട്ടും? എപ്പോഴും നമ്മൾ കോസ്റ്റ് പ്രൈസിന്റെ കൂടെ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് എന്തോ കിട്ടുന്നത്? 4400. അപ്പോൾ ഇത് എക്സ് കണ്ടുപിടിക്കാൻ ഈ 100 എന്ത് ചെയ്യും? ഇതിനെ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയും. 100 മേളിലും പോവും, 110 താഴെയും വരും. ഇതെങ്ങനെ വരും? 4400 ഇൻറ്റു 100/110 ഇങ്ങനെ വരും. ഇവിടെ നിന്നൊരു 0 കട്ടാവും, 11 ഇതും കൂടെ കട്ടാവും. 40 40 ഇൻറ്റു 100 4000. ഇത് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയും സ്റ്റെപ്പൊന്നും വേണ്ട. സ്റ്റെപ്പിന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യാം. നമ്മൾ കോസ്റ്റ് പ്രൈസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കാൻ വേറെ ഇതൊന്നും നോക്കണമെന്നില്ല. എപ്പോഴും കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻസിൽ ആദ്യം SP എഴുതുക. 4400 ഇൻറ്റു 100 മേളിൽ എഴുതുക. 100 മേളിലങ്ങ് എഴുതുക, വേറെ ഒന്നും നോക്കണ്ട. ഡിവൈഡഡ് ബൈ പ്രോഫിറ്റ് ആണെങ്കിൽ എന്ത് ചെയ്യും? 110. ഇങ്ങനെ അത്രയും മാത്രം മതി. ഈ സ്റ്റെപ്പൊന്നും വേണമെന്നില്ല. എങ്ങനെ കണ്ടുപിടിക്കും? CP കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യൻ എല്ലാം എന്ത് ചെയ്യുക? SP എഴുതുക. 4400 ഇൻറ്റു 100 എന്ന് മേളിൽ എഴുതുക.
പ്രോഫിറ്റ് ആണെങ്കിൽ താഴെ എത്ര എഴുതും? 110 എഴുതുക. എഴുതുമ്പോഴേക്കും എന്തോ കിട്ടും? 4000 ആൻസർ കിട്ടും. ഞാൻ ഈ 5 പോയിന്റ്സ് എഴുതി പറഞ്ഞു. ഇനി 6ാമത്തെ പോയിന്റ്, എന്നിട്ട് ഈ 6 പോയിന്റ്സും കൂടി സമ്മറൈസ് ചെയ്ത് എഴുതാം. പോയിന്റ് നമ്പർ 6. നിങ്ങൾക്കിപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വരാൻ പാടില്ല. ഞാനിതെല്ലാം കൂടെ സമ്മറൈസ് പറയുമ്പോഴേക്കും അത് ക്ലിയർ ആവും കുറച്ചുകൂടി. പോയിന്റ് നമ്പർ 6. അവിടെയും കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കണം. ലോസ് 10%. ലോസ് 10%. ലോസ് 10%. സെല്ലിംഗ് പ്രൈസ് തന്നിട്ടുണ്ട് 3600. 3600. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ എന്ത് ചെയ്യും? കോസ്റ്റ് പ്രൈസ് തന്നിട്ടില്ല. എക്സ് ഇൻറ്റു ലോസ് ആണ്. എത്രയാണ്? 10%. അപ്പോൾ എന്ത് ചെയ്യണം? 90/100. എക്സ് ഇൻറ്റു 90/100. അത് ചെയ്യുമ്പോഴാണ് എന്തോ കിട്ടുന്നത്? സെല്ലിംഗ് പ്രൈസ് കിട്ടുന്നത്. അപ്പം സെല്ലിംഗ് പ്രൈസ് കാണാൻ എന്ത് ചെയ്യണം? 3600 ഇൻറ്റു ക്രോസ് മൾട്ടിപ്ലൈ ആണ്. ഈ മേളിൽ പോകും. 100 ഡിവൈഡഡ് ബൈ 90. ഇത്രയും കിട്ടും. അപ്പോൾ ഒരു 0 കട്ടാവും. 9 ഇത് കൂടെ കട്ട് ചെയ്യുമ്പോഴേക്കും 40 വരും. 40 ഇൻറ്റു 100 എത്രയാണ്? 4000. ഞാൻ പറഞ്ഞല്ലോ 3 സ്റ്റെപ്പ് എഴുതുന്നതിനകത്ത് ഒരു കൺഫ്യൂഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഈ സ്റ്റെപ്പ് എഴുതാൻ പ്രയാസം എന്തെങ്കിലും തോന്നിയാൽ, അപ്പോൾ എന്താ ചെയ്തത്? എക്സ് ഇൻറ്റു 90 എഴുതാൻ കാരണം എന്താണ്? ലോസ് 10%. എക്സ് ഇൻറ്റു 90/100 ഈസ് ഈക്വൽ ടു 3600. എക്സ് ഈസ് ഈക്വൽ ടു 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 90 ചെയ്യുമ്പോൾ എന്ത് വരും? 4000 കിട്ടും. നമ്മൾ ഇത്രയും എഴുതാൻ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ CP കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ 10% ലോസ് ആകുമ്പോൾ എന്ത് ചെയ്യണം? 90. ഇത് ചെയ്യുമ്പോഴേക്കും 0 കട്ടാവും. 9ഉം ഇതും കൂടെ കട്ട് ചെയ്യുമ്പോഴേക്കും 9 ഇൻറ്റു 4 40. 40 ഇൻറ്റു 100 എന്ന് വെച്ചാൽ 4000. ഇതാണ് 6 പോയിന്റ്സ് വരുന്നത്. ഈ 6 പോയിന്റ്സിനെയും കൂടെ നമുക്ക് ഒന്ന് സമ്മറൈസ് ചെയ്ത് എഴുതാം. ലോസിൽ പറഞ്ഞ 6 പോയിന്റ്സ് ഇവിടെ സമ്മറൈസ് ചെയ്യാണ്. ആദ്യം പറഞ്ഞത് കോസ്റ്റ് പ്രൈസ്. ഞാൻ CP എന്ന് എഴുതുന്നു. കോസ്റ്റ് പ്രൈസ് 4000. ഓക്കെ. പ്രോഫിറ്റ് 10%. അങ്ങനെയാണെങ്കിൽ SP കാണാൻ SP is equal to 4000 into 110/100. 110/100. 4000 into 110/100. അത് നമ്മൾ കട്ട് ചെയ്യുമ്പോഴേക്കും എന്തോ ആൻസർ കിട്ടും? 4400. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് വന്നത് CP 4000. അവിടെ പറഞ്ഞത് ലോസ് 10%. ലോസ് 10%. ഇപ്പോൾ സെല്ലിംഗ് പ്രൈസ് കാണാൻ 4000 ഇൻറ്റു 90/100. എപ്പോഴും പ്രോഫിറ്റ് വന്നാൽ 10% കൂട്ടി എഴുതണം. ലോസ് വന്നാൽ 10% കുറച്ച് എഴുതണം. അപ്പോൾ ആൻസർ 3600. 3600. എളുപ്പത്തിൽ മനസ്സിലാക്കാനേ ഉള്ളൂ. ഇവിടെ 5% ആണെങ്കിൽ 105 എന്ന് എഴുതണം. ഇവിടെ 5% ലോസ് ആണെങ്കിൽ 95 എന്ന് എഴുതണം. അടുത്തത് പറഞ്ഞത് കോസ്റ്റ് പ്രൈസ് 4000. കോസ്റ്റ് പ്രൈസ് 4000. സെല്ലിംഗ് പ്രൈസ് 4400. സെല്ലിംഗ് പ്രൈസ് 4400. അപ്പോഴേക്കും നമുക്ക് കാണേണ്ടത് പ്രോഫിറ്റ് പെർസെൻറ്റേജാണ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ്. അപ്പം ഇതിൽ നിന്ന് കുറയ്ക്കണം. 4400 400 കുറയ്ക്കുക. സോറി, 4400 നിന്ന് 4000 കുറയ്ക്കുക. അപ്പോൾ എത്ര കിട്ടും? 400 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. അപ്പോഴേക്കും എത്ര കിട്ടും? 10% എന്ന്. ശ്രദ്ധിക്കേണ്ട കാര്യം, പ്രോഫിറ്റ് പെർസെൻറ്റേജ് ആയാലും ലോസ് പെർസെൻറ്റേജ് ആയാലും നമ്മൾ കോസ്റ്റ് പ്രൈസ് വേണം താഴെ എഴുതാൻ. കോസ്റ്റ് പ്രൈസിനെ ബേസ് ചെയ്താണ് രണ്ടും കണ്ടുപിടിക്കുന്നത്. വീണ്ടും 4000 CP 4000 SP 3600 വന്നാൽ അത് ലോസ് ആണ്. ലോസ് പെർസെൻറ്റേജ് കാണാൻ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് കുറയ്ക്കണം. 4000 നിന്ന് 3600 കുറയ്ക്കണം. അപ്പോൾ എന്തോ കിട്ടും? 400 ഡിവൈഡഡ് ബൈ 4000 ഇൻറ്റു 100. അവിടെ എന്ത് കിട്ടും? 10%. 10%. ഫസ്റ്റ് 4 പോയിന്റ്സ് കഴിഞ്ഞു. അടുത്ത 2 ക്വസ്റ്റ്യനിലും എന്തില്ല? CP കണ്ടുപിടിക്കണം. CP കണ്ടുപിടിക്കണം. അതിൽ എന്ത് തന്നിട്ടുണ്ട്? പ്രോഫിറ്റ് പെർസെൻറ്റേജ് തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് 10%. SP എത്ര? 4400. SP 4400. ശ്രദ്ധിക്കണം, കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിക്കേണ്ട ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും നോക്കണ്ട. CP കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ 4400 ഇൻറ്റു 100
ഡിവൈഡഡ് ബൈ 110 ഇങ്ങനെ വരും. 4400 ഇൻറ്റു എപ്പോഴും ന്യൂമറേറ്ററിൽ മേളിൽ 100 എഴുതണം, താഴെ 110 എഴുതണം. ഇപ്പം ചെയ്ത് വരുമ്പോൾ എന്തോ കിട്ടും? സി പി സി കിട്ടും. കട്ട് ചെയ്യുമ്പോൾ 4000 എന്ന് കിട്ടും. 4000 കിട്ടും. ലാസ്റ്റ് പോയിന്റ്സ് ഇവിടെ ലോസ് ആണ് 10%. ലോസ് 10%. എസ് പി സി കണ്ടു 3600. ഇവിടെയും കണ്ടുപിടിക്കേണ്ടത് സി പി ആണ്. സി പി കാണുമ്പോഴേക്കും 3600 ഇൻറ്റു 100 ഡിവൈഡഡ് ബൈ ലോസ് ആയതുകൊണ്ട് 10% ലോസ് ആയതുകൊണ്ട് 19 എഴുതണം. അവസാനത്തെ 2 പോയിന്റ്സിലും 100 മേലിലാണ്, ശ്രദ്ധിക്കുക. ഇതിനെയും കട്ട് ചെയ്ത് വരുമ്പോഴേക്കും എന്ത് കിട്ടും? 4000. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസിലെ 6 ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ്.